ഗുഡ് ഈവനിങ് മാഡം. മാഡം, നമ്മൾ ഈ ലാസ്റ്റ് ഒരു പേഷ്യൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ പേഷ്യൻറ്റിന് സ്കാനിങ് റിപ്പോർട്ടിൽ ചെറിയൊരു മുഴ പോലെ കാണുന്നുണ്ട്. ഇപ്പം പറയുന്നത് അവർക്ക് കുറച്ച് വേദനയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് മാഡം? ഞാനത് കണ്ടിട്ടുണ്ടല്ലോ സ്കാനിങ് റിപ്പോർട്ട്. അതിനായിട്ട് സിസ്റ്റ് ഉണ്ട്, ഓറഞ്ച് സിസ്റ്റ് ഉണ്ട്, പിന്നെ ഫൈബ്രോയിഡ് യൂട്രസ് കൂടി ഉണ്ട്. മാഡം, അന്നേരം അവർക്ക് സർജറി വേണ്ടി വരില്ലേ? വലിയ മുഴയുള്ളത് കൊണ്ട്. എന്തായാലും സർജറി വേണ്ടി വരും. കാരണം അത് സൈസ് കൂടുതലുള്ളതുകൊണ്ട് സർജറി വേണം. മാഡം, അപ്പോൾ അവർക്ക് ഇതിപ്പം ഇത്രയും വലിയ സിസ്റ്റ് ഉള്ളത് കൊണ്ട് സർജറി, ഓപ്പൺ സർജറി അല്ലേ ചെയ്യാൻ പറ്റും മാഡം? ഓപ്പൺ സർജറിൻ്റെ ആവശ്യമില്ല. ഇപ്പം എല്ലാ കീഹോൾ സർജറി, ലാപ്രോസ്കോപ്പി സർജറി പറയുന്നത് പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. ലാപ്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഇത്ര പോലത്തെ ഒരു സാധനം ഉണ്ടാവും, ഈ ട്യൂബ്, ഈ ഓട്ടയുടെ മാത്രം നമ്മൾ വയറിൻ്റെ ഉള്ളിൽ യൂട്രസിൻ്റെ അടുത്തുള്ളത് മുഴകൾ നമുക്ക് നീക്കാൻ പറ്റും. പിന്നെ അതിൽ ചെറിയ 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 പീസാക്കിയിട്ട് താഴെ കൂടി വജൈന കൂടി അത് നമുക്ക് എടുക്കാൻ പറ്റും. അത് വളരെ എളുപ്പമുള്ള സർജറിയാണ്. പിന്നെ ആ സർജറിൻ്റെ നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്. അതേ സ്പീഡി റിക്കവറി ഉണ്ടാവും. അഡ്മിഷൻ ആയ പിറ്റേ ദിവസം നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ 1 or 2 വീക്സിൽ നമുക്ക് വർക്കിംഗ് ആവാൻ പറ്റും. മാഡം, അന്നേരം ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന പേഷ്യൻറ്റിന് ഇതുപോലെ മുഴയോ അല്ലെങ്കിൽ സിസ്റ്റോ എന്തെങ്കിലും വന്നാൽ നമുക്ക് ലാപ്രോസ്കോപ്പി വഴി തന്നെ എടുക്കേണ്ടി വരുമോ, അതോ ഓപ്പൺ ആയിട്ട് തന്നെ സർജറി ചെയ്തിട്ട് എടുക്കേണ്ടി വരുമോ? ഇല്ല, കുട്ടികളില്ലാത്തവർക്ക് ലാപ്രോസ്കോപ്പി സർജറി ഏറ്റവും അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതിനും കൂടി നമ്മൾ ഈ ഫൈബ്രോയിഡ് മെയിൻ റീസണാണ് കുട്ടികളാവാത്തവർക്ക്. അതുകൂടി നമ്മൾ ഈ ലാപ്രോസ്കോപ്പി ഇതിൽ പിന്നെ ചെറിയ ചെറിയ ബിറ്റ്സ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നല്ല അഡ്വാൻറ്റേജും ഉണ്ട്.